ഒരു ചെറിയ ഒരു മഴ പെയ്തപ്പോഴേക്കും ഇടിഞ്ഞ് പോകുന്ന രീതിയിൽ തീരെ ശാസ്ത്രീയമല്ലാത്ത രീതിയിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നതാണ് നമുക്ക് ഈ കാഴ്ചയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഒ.ബി.സി വിഭാഗം ഒരുപാട് പേര് താമസിക്കുന്ന ദേവാംഗ സമുദായത്തിലെ അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ നമ്മളെല്ലാം കേരളത്തെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെയും പ്രളയ ദുരിതങ്ങളുടെയും ഭാഗമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം സമയങ്ങളിൽ ഒരു നിർമ്മാണ പ്രവർത്തനം ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതിനെ ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിക്കാതെ വെറുതെ വെച്ച് കെട്ടിയ പോലെ ആണ് ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം എന്ന് സംശയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇതില് അഴിമതിയുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതിന് അന്വേഷണം വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു മഴയത്ത് തന്നെ ഈ പാലത്തിന്റെ ഈ ഒരു ഭിത്തിക്ക് ഈ ഒരു അവസ്ഥ സംഭവിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നല്ല ശക്തമായ മഴയും കാറ്റെല്ലാം വരാനിരിക്കുന്ന മാസങ്ങളിൽ വരാൻ നിൽക്കുമ്പോൾ അപ്പോൾ ഒരുപക്ഷെ ഈ പാലവും ഈ പ്രദേശം തന്നെ പുഴയിലേക്ക് ഒലിച്ചു പോയിക്കൂടാ എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് ആകെ ആശങ്ക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റ് കടക്കുന്ന ഈ കാലയളവിൽ പ്രപഞ്ചം കാണിച്ചു തന്നിരിക്കുകയാണ് ഇതിലെ അഴിമതി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെതിരെ വലിയ അന്വേഷണം വരണം. ഇതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് ഇതിനെ വിലയിരുത്താതെ ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ ഇതിന്റെ ഉദ്ഘാടനം നടത്തരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി കൂട്ടിച്ചേർക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു ഗവൺമെന്റ് പണിയുന്ന ഒരു പാലത്തിന്റെ ഈ ഒരു അവസ്ഥ ഇതാണ്. എന്നാൽ ഇതിനോടനുബന്ധിച്ച് തൊട്ടടുത്ത് സാധാരണ രീതിയിൽ ഒരു കൂലിപ്പണിക്കാരൻ പണിയുന്ന മതിലിന്റെ ഉറപ്പ് പോലും ഇതിനില്ല എന്നുള്ളതാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ ഇതിന്റെ അടുത്തെല്ലാം മതിലുകൾ കെട്ടിയിട്ടുണ്ട്. ഇത് ഉറച്ച മണ്ണാണ്. ഈ ഉറച്ച മണ്ണ് മാന്തിയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കൊണ്ടുവന്നിട്ട മണ്ണിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ എത്രയാണ്, ഏതെല്ലാം രീതിയിലാണ് നമുക്ക് ഭാവിയിൽ ഉണ്ടാവുക? എന്തു തന്നെയായാലും ഇതിനെക്കുറിച്ച് വലിയ അന്വേഷണം വരണം. ഇതിനെക്കുറിച്ച് പഠിച്ച് കൃത്യമായിട്ട് വേണം ഇതിന്റെ ഉദ്ഘാടനത്തിലേക്ക് പോകാനെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദേവാംഗ സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒ.ബി.സി വിഭാഗത്തിൽപ്പെട്ട ഒരു സമുദായം വലിയ രീതിയിൽ താമസിക്കുന്ന ഈ പ്രദേശത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ കച്ചവട ആവശ്യങ്ങൾക്ക് അവരുടെ ജീവിത പുരോഗതിക്ക് വേണ്ടി ഗവൺമെന്റ് നിർമ്മിച്ച ഈ പ്രവർത്തനത്തിൽ അഴിമതിയുണ്ട് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അഴിമതി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. അത് അന്വേഷിച്ച് പുറത്തു വന്നതിന് ശേഷം വേണം ഈ പാലത്തിന്റെ ഉദ്ഘാടനം നടത്തി പോകാനെന്ന് ബന്ധപ്പെട്ട വകുപ്പുകളോടും ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോടും ഞാൻ അഭ്യർത്ഥിക്കുക.